നിത്യ സഹായകനീ അകതാരിലുണർവിന്റെ പരിനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിധി ഫലമേകുവാനായി പരശുദ്ധമൊഴുകി വരൂ തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കാൻ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വസിച്ചു. പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നിറവേറട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കടമയാണ്. മരിച്ചുപോയ എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ എപ്പോഴും എപ്പോഴും ആമേൻ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗുണത്താൽ സ്വർഗത്തിൽ എത്തിച്ചേരുവാനിടയാവട്ടെ. മരിച്ച വിശ്വാസികളുടെ മേൽ കൃപയായിരിക്കണമേ. അളവില്ലാത്ത സകല നന്മ സർവേശ്വര സന്ധ്യയിൽ പ്രാർത്ഥിക്കുവാനായി യോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട് പാതാളങ്ങളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം, സ്നേഹം, ശരണം എന്നീ പുണ്യങ്ങളുണ്ടായി വളർന്നു ഫലം ചെയ്ത് വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിവാഹാഘോഷവുമായി ബന്ധപ്പെട്ട പ്രകാശത്തിന്റെ രണ്ടാമത്തെ രഹസ്യം നമുക്ക് ധ്യാനിക്കാം. നമ്മുടെ കർത്താവ് ശംസിക കാനായിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധ അമ്മയുടെ ഇംഗിതപ്രകാരം വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ച് ദൈവമഹത്വം പ്രകടിപ്പിച്ചു എന്നതിനെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. ഈ ദിവ്യരഹസ്യം ധ്യാനിക്കുമ്പോൾ ഏറ്റവും അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന അതുല്യയെയും ജീവിത പങ്കാളിയായി അങ്ങ് നൽകി കടന്നു വരുന്ന സ്റ്റെഫിനെയും നമുക്ക് സമർപ്പിക്കാം. ഇവരൊരുമിച്ചുള്ള ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹം നിറഞ്ഞതും ദൈവത്തിന്റെ കൃപയുള്ളതും സന്തോഷവും സംതൃപ്തിയുമുള്ളതുമായി മാറുവാൻ നമുക്ക് എല്ലാവർക്കും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവകൃപയാൽ പൂർണ്ണമായി നടക്കുവാനും മാതൃകയുമായ അമ്മ ഇതിനെല്ലാം വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ആരെന്ന പ്രാർത്ഥന ചെല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദത്തിൻ ഫലമായ ഈശോ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണു നിറച്ചെങ്കിൽ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്നു. ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ഞങ്ങളിൽ നിൻ സുവിശേഷം പൂങ്കിരണം ചൊരിയട്ടെ. എന്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നുള്ള വായന 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയുമായിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു.
അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇന്നത്തെ വിവാഹ ആഘോഷത്തിന് എല്ലാവരെയും വിളിച്ചിട്ടില്ല. കൂടുതൽ ബന്ധമുള്ളവരെയും കൂടുതൽ അടുപ്പമുള്ളവരെയുമാണ് ഇന്ന് വിളിച്ചവരിൽ നിന്നും കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ മകൾക്ക് വേണ്ടി ഇവൾ ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നും നാളെയുമായി നടക്കുന്ന ആഘോഷങ്ങളെല്ലാം വിജയകരമാകുവാൻ അപേക്ഷിക്കുക, ആശംസിക്കുക എന്നുള്ളതാണല്ലോ. പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ആ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കാം. നമ്മൾ എത്രമാത്രം ഭൗതികമായി അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ പുതിയ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഈ ആഘോഷങ്ങളുടെ മേലും പുതിയ കുടുംബങ്ങളുടെ മേലും കരുണയായിരിക്കണമേ. കാരുണ്യവാനായ നല്ല തമ്പുരാനെ, ഈ നല്ല ദിവസത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുവന്ന അങ്ങയുടെ പ്രത്യേകമായ സ്നേഹത്തിന് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു. മാതാപിതാക്കളുടെ നടുവിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന വിവാഹാർത്ഥിയെ പ്രത്യേകം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഏറെ നന്ദിയോടെ കൃതജ്ഞത നിറഞ്ഞ മനസ്സോടുകൂടി തമ്പുരാന്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഈ മകൾ ഒത്തിരി പേരോട് കടപ്പെട്ടിരിക്കുന്നു. ജന്മം നൽകിയ മാതാപിതാക്കളോട്, പോറ്റി വളർത്തിയ കുടുംബാംഗങ്ങളോട്, ആത്മീയമായി വളർത്തിയ വൈദികരോട്, സന്യസ്തരോട്, വിശ്വാസ പരിശീലകരോട്, ഭൗതികമായി വളർത്തിയ അധ്യാപകരോട്, കൂട്ടുകാരോട്, ബന്ധുമിത്രാദികളോട്, അയൽപക്കംകാരോട് എല്ലാവരോടുമുള്ള നന്ദി മനസ്സിലോർത്തുകൊണ്ട് തമ്പുരാനോട് അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഈ മകൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കാവൽ മാലാഖമാരെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലിത്തീർക്കുവാനേ ജീവിതം പോരാ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ കുടുംബത്തോടും ഈ കുടുംബത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളോടും പുതുതായി രൂപം കൊള്ളാൻ പോകുന്ന കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങൾ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ട്
കൊണ്ടൊരു വീടു പണിയാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. വീടിനു മോടി പകർന്നിടുവാൻ വിശുദ്ധി തൻ വെൺചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമ തൻ അങ്കണം പണിയണം, സഹനത്തിൻ മണലതിൽ വിരിച്ചിടണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊഴുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം. മുമ്പുള്ള മധുരവെപ്പ് ചടങ്ങിലേക്ക് കടക്കാണ്. അപ്പോൾ എല്ലാവരും അടുത്തേക്ക് വരിക, നമുക്ക് മധുരവെപ്പ് കാണണ്ടേ. നമുക്ക് പിന്നീട് സംസാരിക്കാം. എല്ലാവരും അടുത്തോട്ട് വരിക. നമുക്ക് നമ്മുടെ എവരുടെയും പ്രിയപ്പെട്ട അതുല്യയുടെ മധുരവെപ്പ് ചടങ്ങ് നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമുക്കൊരു ചെറിയ തട്ടിക്കൂട്ട് പരിപാടികളോടുകൂടിയാണ് ഞങ്ങൾ പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവർക്കും പ്രിയങ്കരിയായ അതുല്യക്ക് ഇന്ന് മധുരം വയ്ക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്ന നാത്തൂന്മാരാണ്. അപ്പോൾ നമ്മുടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അതുല്യയുടെ പ്രിയപ്പെട്ട നാത്തൂന്മാർ രണ്ടുപേരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അതുല്യ ക്ഷണിക്കാണ്. എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് നമുക്ക് ചോദിക്കാം. ജീവിതത്തിൽ ഏറ്റവും വലിയ ഡിസിഷൻ എടുക്കാൻ പോകുമ്പോൾ അതുല്യയുടെ എന്താണ് പറയാനുള്ളത് നമുക്ക് ചോദിക്കാം. ആദ്യമായി തന്നെ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ തലേദിവസത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്.
ഇങ്ങനെയൊരു സ്പീച്ച് പറയുന്നത് എനിക്കൊരു മുന്നറിയിപ്പും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുകയാണ്. ഇത്രയും പേരെ സ്നേഹിക്കപ്പെടുക എന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട്, അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഒന്ന് വീണ് കഴിഞ്ഞാൽ ഓടി വന്ന് താങ്ങി നിർത്താൻ ചുറ്റും ഒരുപാട് പേരുണ്ട് എന്നറിയുന്നതിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ അച്ഛൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒത്തിരി പേരോട് കടപ്പെട്ടിരിക്കുന്നു, ഒത്തിരി പേരോട് നന്ദി പറയേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അപ്പച്ചനോടും അമ്മേനോടും ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ വളർത്തച്ഛനും വളർത്തുമ്മയെ, കൊച്ചാപ്പനോടും ആൻറ്റി, ആങ്ങളമാര്, നാത്തുമാര്, കുടുംബക്കാര്, ബന്ധുമിത്രാദികള്, അയൽപക്കക്കാര്, നാട്ടുകാര് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. താങ്ക് യു. ബീയിങ് ലൗഡ്, സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. ഇപ്പം അതുല്യ ഏറ്റവും കൂടുതൽ ഇവിടെ ആഗ്രഹിക്കുന്നതും ആ ഒരു കാലഘട്ടത്തിനൊത്ത് അതുല്യ സ്നേഹിച്ചവരെയാണ്. അപ്പം ഏറെ സ്നേഹത്തോടെ കല്യാണപ്പെണ്ണിന് മധുരം കൊടുക്കട്ടെ. മണവാട്ടി പെണ്ണായ അതുല്യയ്ക്ക് മധുരം കൊടുക്കട്ടെ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, നാളെ മനസ്സമ്മതത്തിനായി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മോളൂട്ടി അതുല്യയ്ക്ക് മധുരം കൊടുക്കട്ടെ. Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. So give me your blessing, sir. I'll give her all that I've got. It doesn't look like much, but it sure feels like a lot. Let her take my heart and take my hand. Take my heart and take my hand. Take my heart and take my hand again and again. Right where we stand. I never really know what love is, but whatever it is, I feel it in your kiss.
We dream in every color and we come alive. We know together we can find this. There's a glow inside us, ready to begin. This is where our dreams begin. Alright now, this is where our dreams begin. Alright now, this is where our dreams begin. There's a in the dark, there's a hope, there's a spark in our hearts that won't go dim. This is where our dreams begin. This is where our dreams begin. 'Cause we were born believers, and we were all once dreamers, looking towards the sky. Right now, this is when the time is. This is where it happens, where it all begins. This is where our dreams begin. Alright now, this is where our dreams begin. There's a light in the dark, there's a hope, there's a spark in our hearts that won't go dim. This is where our dreams begin. This is where our dreams begin. Alright now, this is where our dreams begin. Alright now, this is where our dreams begin. This is where our dreams begin. Our love's a story being told. With each new day, a page unfolds. It's like new air for us to breathe. A whole new world that we can be. And I never want to leave. So just stay here with me. 'Cause you made my heart believe that we could be anything.
ജസ്റ്റ് കൊഞ്ചും കൂടെ സ്ലോലി പോകാമോ? ക്ലാസ് ചില്ലിങ് കാണവല്ലേ ഡ്രോപ്പ് ചെയ്താൽ ഒടയില്ലേ നെഞ്ച നീ സ്ലോലി പോകാമോ? മേത്ത മൊത്തം പാടറണ പനി പോലെ പകരും ഡിസീസ് പ്രേമം അപ്പോ ചൊല്ലില്ലേ? ഓ കാക്ക കൊത്തും കരളിന്റെ നടുക്കുഞ്ഞ പടക്കുമ്പോ പാട്ട് വെക്കാൻ DJ ചൊല്ലില്ലേ? നിന്നെ കരച്ചിലൊക്കെ പിന്നെ മനസ്സിലെ പൂക്കുറ്റി പടക്കങ്ങൾ അമരണനേ. കല്യാണം is a beautiful day. തെക്കെന്നാരോ വന്നിട്ടുണ്ടേ, കണ്ടാ ചോദ്യം പിന്നെന്തുണ്ടേ? പുറയാകെ മൂടുന്നുണ്ട് മേളം. ജന്നെ ജനിക്ക ജന്നെ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കരിമ്പഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ അത് നിന്നെ പൂട്ടാനാണല്ലോ തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന തുടക്കം മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന. കണിയല്ലേ കൺമണിയല്ലേ ആദ്യം ചൊല്ലും നിൻ കണവൻ കണ്ണാ നീ വെയിൽ കൊള്ളല്ലേ നീയും ചൊല്ലും ഓ കഥ മാറും ചേകവനാകും ഉറുമിയെടുക്കും പടവീരൻ വിനോദിന കടകം എരിപൊടിയങ്കം.
down the aisle. We've waited for it for നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വലിച്ചു വിശുദ്ധാന്മാനാൽ മറിയം ഗർഭം ധരിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവിന്റെ ദാസൻ നിന്റെ വചനം പോലെ എന്നിലാവട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നമ്മുടെ നന്മറിഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾ യോഗ്യരാകുവാൻ അനുഗ്രഹം നൽകണം. കർത്താവായ ഈശോമിശിഹാവിൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുടുംബജീവിതത്തിന് മാതൃകളായി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹം നൽകണമേ. പരിശുദ്ധ അമ്മേ, ഇവരുടെ കുടുംബത്തിന് എന്നും തുണയായിരിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ ഫലമായ ഈശോ ഇപ്പോഴും എപ്പോഴും എന്നേ. ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ. ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേകുന്നു, ഹൃദയ തമ്പുരു മീട്ടി ഞാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു, നന്ദിയേകുന്നു. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം, സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ. മണ്ണിൽ നിന്റെ ശ്വാസമൂതി ജീവനേകി നീ, എൻ്റെ ഓരോ ശ്വാസവും ഇനി നിന്റേതാണല്ലോ. മനമിടിഞ്ഞാലും മിഴികൾ നീരണിഞ്ഞാലും ഭാരമേറും കുരിശു പേറി ഞാൻ തളർന്നാലും
സ്റ്റെഫിൻ ആദിത്യ ദമ്പതിമാരുടെ വളരെ നിർണായകമായ തീരുമാനത്തിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവർ ഔദ്യോഗികമായി വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സമ്മതമാണെന്ന് സഭയുടെ മുമ്പിൽ അറിയിക്കുന്ന ദിവസമാണ്. ഇത് പക്ഷേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുടുംബത്തിലും സംസ്കാരത്തിലും പെട്ടവരും ഒരുമിക്കുകയാണ്. തൃശ്ശൂരിൻ്റെ സംസ്കാരവും വയനാടിൻ്റെ സംസ്കാരവും രണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും രണ്ടുപേരും സംസാരിക്കുമ്പോൾ തൊട്ട് എല്ലാവർക്കും അറിയാം. സംസാര ശൈലി തൊട്ട് ജീവിതശൈലി തൊട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളിലുമൊക്കെ വ്യത്യസ്തതയുണ്ട്. ഒപ്പം ഈ സമൂഹത്തിൻ്റെ വലിയ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. പ്രവർത്തന മേഖലകളുമുണ്ട്. KCYM-ന്റെ മേഖലാ പ്രസിഡന്റാണ്, ഇടവകയുടെ പ്രസിഡന്റാണ്. അങ്ങനെ ക്രിസ്മസിൻ്റെ ഒക്കെ സമയമായിരുന്നു. ഇവിടെയുള്ള എല്ലാവരുമായിട്ടും രണ്ടുപേരും തമ്മിലുള്ള വിവാഹ ജീവിതം ധന്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ സ്വീകരിച്ച് ജീവിക്കുവാനുള്ള സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്ന വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അമംഗലമായ മാർഗത്തിൽ ചലിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയെ തേടുന്നു. അങ്ങയുടെ കൽപ്പനയെ വിട്ടു നടക്കുവാൻ എനിക്ക് ഇട നൽകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ പുറപ്പെടുന്ന ഭാഷകളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധിയിലെന്ന പോലെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ലോകമെന്ന ഉദാശ സ്വീകരിക്കുവാൻ വരുന്നവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. ലോകജീവിതത്തിലെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാകുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സ്വർഗ്ഗത്തിനായി വസിക്കുന്ന പരിശുദ്ധനും സുധീരനും ബലവാനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനെപ്പോൾ നിങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും നിങ്ങളോട് കരുണ ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുവനും ചെയ്യുകയോ ചിലമ്പുന്ന കൈത്താളവുമാണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താൽ
സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലത്തും സഹിക്കുന്നു, സകലത്തും വിശ്വസിക്കുന്നു, സകലത്തും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമുക്ക് സദാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുകയും ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കൂടി ഒഴുകുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. പ്രിയമുള്ള അച്ഛന്മാരെ, പ്രേമാപിതാക്കളെ, സഹോദരങ്ങളെ, സ്റ്റെഫിൻ, അതുല്യ, നമ്മുടെ സുവിശേഷത്തില് ഒരു വാക്യം വായിച്ചു കേട്ടു. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു എന്ന്. സ്റ്റെഫിൻ ഇപ്പോൾ മുതൽ അതുല്യോട് പറയാൻ പോവുകയാണ്, പിതാവ് എന്നെ സ്നേഹിച്ച പോലെ അതുല്യെ ഞാൻ സ്നേഹിക്കുന്നു എന്ന്. അതുല്യം അതുപോലെ പറയാൻ പോവുകയാണ്, എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും സ്റ്റെഫിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന സുന്ദര നിമിഷത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ രണ്ടുപേരുടെയും വിവാഹസമ്മതം പ്രമാണിച്ച് വയനാട്ടിൽ കളക്ടർ അവധി പോലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ? ഇന്നലെയൊക്കെ ഇവിടെ പെരുമഴയായിരുന്നു. ഇന്നിപ്പോൾ നല്ല കാലാവസ്ഥയൊക്കെ തന്നിരിക്കുന്നു. ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. ഇനി ഇച്ചിരി മഴ പെയ്താൽ അച്ഛനെ കരുതാക്കാമെന്ന് പറഞ്ഞേക്കരുത്. അപ്പോൾ എല്ലാം കൊണ്ട് ദൈവം നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്നു. ദൈവത്തിന് നമുക്ക് അതിന് നന്ദി പറയാം. നമ്മുടെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കണമെങ്കിൽ, ദൈവം യോജിപ്പിച്ച പടി തന്നെ തുടരണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ പ്രധാനപ്പെട്ട കാര്യമാണ് ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞത്. നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ ജീവിക്കണം. പൗലോസ് പറഞ്ഞു വെച്ചു, സ്നേഹമാണ് സർവോത്കൃഷ്ടം എന്ന് പറഞ്ഞു വെച്ചു. അപ്പോൾ ഒരു കുടുംബ ജീവിതത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തമ്മിലുള്ള സ്നേഹമാണ്. ആ സ്നേഹം കുറഞ്ഞു പോയാൽ നിങ്ങളുടെ ജീവിതത്തെ അത് മുഴുവനും ബാധിക്കും. പ്രത്യേകതയോടൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഉണ്ടാവും ഇല്ല. അതുകൊണ്ടെങ്കിൽ നല്ലതാ. ഏതെങ്കിലും അധ്യാപകരെയൊക്കെ വിളിച്ച് അവർക്കൊരു ദക്ഷിണ കൊടുത്തിട്ടാണ് മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന പാലിക്കുമ്പോൾ ഈ പ്രപഞ്ചവും കൂടി നിങ്ങളെ അനുഗ്രഹിക്കും. മനുഷ്യനെ പുരുഷമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. പരാഭർത്താക്കന്മാരാകാൻ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി വിരച്ചിരിഞ്ഞവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായി നയിക്കും. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുകയും ചെയ്തു. സ്റ്റെഫിൻ, അതുല്യ, സഭ അവിടത്തോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്തു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ ഈ കൗലാസിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്വ ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകുകയാണ്.
അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. സ്റ്റെഫി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അദ്വിതീയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അദ്വിതീയ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ സ്റ്റെഫിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ, നിങ്ങൾ ഈ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് ശിരസ്സ് നമിക്കാം. വെച്ച് വധുവരന്മാരെ പ്രത്യേകമായി അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാനിരതരായി വിവാഹത്തിൽ കാരണവാനായ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹം സ്വീകരിക്കുവാനും അവിടുന്ന് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ അവിടുന്ന് സമ്പന്നരാക്കട്ടെ. മനസ്സികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ചാർജ് ഉണ്ട്. ആദ്യം നമ്മൾ പള്ളിയിലില്ല. അപ്പോൾ ആ സമയത്ത് എൻ്റെ പേരിൽ ഒടിഞ്ഞ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പരിചയമൊന്നും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് കെയർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഭയങ്കര എന്താ ഞാൻ അധികം സംസാരിക്കില്ല. സംസാരിച്ചോളൂ. നമുക്ക് അതുല്യനോട് ചോദിച്ചു നോക്കാം. പ്രപ്പോസ് ചെയ്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യുന്ന കാരണമാണല്ലോ. എന്താണ് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല? അത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഫ്രണ്ട്സ് സർക്കിളിലൊക്കെ അന്വേഷിച്ചപ്പോഴാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ സ്റ്റെഫിനേക്കാൾ എത്ര UK-യിൽ ഞങ്ങളുടെ കൂട്ടുകാരിൽ തന്നെ സ്റ്റെഫിനേക്കാൾ എത്ര മൂത്തവരാണെങ്കിലും സ്റ്റെഫിനോട് വന്നിട്ട് അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പോലും സ്റ്റെഫിനോട് വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യും, ഇങ്ങനെ ചോദിക്കും, അങ്ങനെ ചെയ്താലോ ഇങ്ങനെ ചെയ്താലോ എന്ന്. പിന്നെ എൻ്റെ അപ്പച്ചനിലുള്ള കുറേ ക്വാളിറ്റീസ് ഞാൻ സ്റ്റെഫിനിൽ കണ്ടു. സോ അതിൽ അവസാനം തപസ്സലാണ്. തീർച്ചയായിട്ടും ഈ ഒരു ലിപിയുടെ കാരണം തന്നെ പ്രിയപ്പെട്ട ഗുരുചേട്ടൻ ബിനോസിയാണ്. ആദ്യമായിട്ട് അതുല്യയുടെ പ്രിയപ്പെട്ട പാരൻസ് ഗുരുചേട്ടനെ ബിനോസിനെ രീതിയിൽ ക്ഷണിക്കുകയാണ്. ഒരു കൈയ്യിൽ കൊടുക്കാം. പലപ്പോഴും നിങ്ങൾ ചിരിച്ചിട്ടുണ്ടാവും. ശരിക്കും കല്യാണം മാത്രം നടത്തിയാൽ മതിയല്ലോ. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രീ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു സാമ്പിൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞ പോലെ എൻഗേജ്മെന്റ്. ശരിക്കും ഈ ഒരു എൻഗേജ്മെന്റ് ആണ് അതിൽ നിന്നുള്ള ഒരു ഉടമ്പടി വീണ്ടും നമ്മൾ ഉറപ്പിക്കുന്നത്. ഇപ്പോ ഏറെ സ്നേഹത്തോടെ ആ ഉടമ്പടിയുടെ ചടങ്ങിലേക്കാണ് സ്വാഗതം ചെയ്യുന്നത്. ദൈവവിശ്വാസിയാണ് എന്ന് എനിക്ക് തോന്നി. അതുപോലെ അധ്വാനം ചെയ്യാം. നമ്മൾ പാഴാക്കുന്ന സമയം പാഴാക്കില്ല. ഉള്ള സമയം അധ്വാനിക്കുവാൻ സന്നദ്ധനായ ഒരു മനുഷ്യനാണ്. ജീവിതത്തിൽ നന്നായിട്ട് വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അതുല്യെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ലാറും? കണ്ടിടത്തോളം വളരെ ഓപ്പൺ മൈൻഡാണ്. എല്ലാവരോടും വളരെ ആക്റ്റീവായിട്ടാണ് വന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇയാള് ജീവിതത്തിൽ കുറച്ചൊക്കെ ആക്റ്റീവാണ്. അതും എനിക്ക് വളരെ കാണുന്നത്. അതുല്യ സ്റ്റെഫിനിലൂടെ മരുന്ന് മധ്യകത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഓക്കെ പറഞ്ഞത്? സ്റ്റെഫിനെ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത് തന്നെയാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പാരൻസിനെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ആദ്യം പറഞ്ഞത് 2000 വിളിച്ച് നോക്ക്. അത് കഴിഞ്ഞിട്ടാണ് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കുടുംബത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു. അപ്പോൾ ആദ്യം അവിടെ നിശ്ചിതമായി അന്വേഷിച്ച് സ്പൈസ് ഇട്ട് അന്വേഷിച്ചു. അപ്പോൾ കുഴപ്പമില്ല, ആൾ വലിയ പ്രശ്നക്കാരല്ല എന്ന് അറിഞ്ഞതിന് വേണ്ടിയാണ് കുടുംബത്തിലേക്ക് വരെ കൈമാറിയത്. അപ്പം വലിയ ആളൊരു മിതഭാഷയായിട്ട് വളരെ തിരിച്ചുകൊണ്ട് നിങ്ങൾക്കാണ് എപ്പോഴും പോകുന്നത്. ചിരിക്കട്ടെ, എപ്പോഴും ചിരിക്കാൻ മടിയുള്ള ആളായി ഞാൻ ചിരിക്കുന്ന ആളായതുകൊണ്ട് അതിലൂടെ അവരും അവിടെ ചിരിക്കുന്ന ആളല്ലേ. അവർക്ക് തമ്മിൽ ചേരുന്നത് കരുതി. പിന്നെ അവരുടെ കാലത്ത് വർത്തമാനം കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന ആളെ വേണ്ടേ. ഉണ്ടായപ്പോൾ മുതലേ ഇതിനുള്ള ഒരുമിച്ചാണ്. അങ്ങനെ
കല്യാണം വന്നപ്പോ എന്ത് തോന്നി? എങ്ങനെയുണ്ട് അറിയിക്കാം? സമാധാനം. പിന്നെ അതിനെ കുറിച്ച് പറയണമെങ്കിൽ മോളോട് പറയാൻ മോളി ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ്. വന്നപ്പോൾ തൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ മോളി ആദ്യമേ ഞങ്ങളുടെ എല്ലാ ഓഫീസുകളും അതിന്റെ സപ്പോർട്ടീവായിട്ട് കൂടുന്നതാണ്. വളരെ സന്തോഷം മോളിലായിരുന്നത്. കല്യാണ ഓഫീസ് സമയത്ത് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു ആളാണ് ഞാൻ മോളി. അവിടെ ഈ സംശയമൊക്കെ വളരെ സന്തോഷമുണ്ട്. Right here on this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after.
together. Beauty lives in every chapter. We feel it now, and nothing could be better. You and me, chasing down forever after. It's like running through an open door. It's like finding what you're looking for. We've been waiting, we won't wait no more. Every season, every memory made, all the dreaming.